11 വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 11. ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിൻ്റെ ഇടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. വായിച്ചാട്ടെ അടുത്ത വാക്യം കൂടെ. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും മറ്റൊരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ 4 സുവിശേഷങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ് യേശു കർത്താവിൻ്റെ കാൽവറി മരണം. യേശു കർത്താവിൻ്റെ കാൽവറി മരണം. സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശ് മരണം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഗോസ്പലിലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം. കാരണം സുവിശേഷത്തിൻ്റെ തന്നെ ഗോസ്പൽസിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം ക്രൂശീകരണമാണ്. ക്രൂശീകരണമില്ലെങ്കിൽ സുവിശേഷം ഇല്ല. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. പൗലോസ് പറയും, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഗോസ്പൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗോ ആൻഡ് സ്പെല്ലാണ്. പോയി പറയുക. ഗോ ആൻഡ് സ്പെൽ, ദാറ്റ് ഈസ് ഗോസ്പൽ. സദ്വർത്തമാനമാണ്, സുവാർത്തയാണ് ഗോസ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ സുവാർത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള സന്ദേശം എന്ന് നമുക്കറിയാം. അപ്പോൾ 4 സുവിശേഷങ്ങളും ഒരുപോലെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 4 സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്യു, മാർക്ക്, ലൂക്ക്, അത് സമവീക്ഷണ സുവിശേഷങ്ങളാണ്. എന്നാൽ യോഹന്നാൻ വ്യത്യസ്തമായി യേശുവിനെ അവതരിപ്പിച്ചിരിക്കുക. വ്യത്യസ്തമായ കാര്യങ്ങളാണ് യോഹന്നാൻ സുവിശേഷം. അത്ഭുതം എന്ന വാക്കില്ല. അത്ഭുതത്തിന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വണ്ടർ എന്ന പദത്തിന് പകരം സയൻസ് ആൻഡ് വണ്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന വാക്കാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് യേശു കർത്താവ് ഈ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ കാണുന്ന ഒരു വിഷയമാണ് യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു ഭാഗമാണ് മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിത ചരിത്രം. അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് മഗ്ദലക്കാരത്തി മറിയ. യേശുവിൻ്റെ കല്ലറയ്ക്കൽ യേശുവിനെ പിന്തുടർന്ന, യേശുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പലരും യേശുവിനെ പിൻപറ്റാതെ മാറിപ്പോയപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ, നമുക്കറിയാം, നീ മരിച്ചാൽ നിന്റെ കൂടെ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ പത്രോസ് പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോക്കളഞ്ഞു. സ്തോത്രം. കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. വേലക്കാരിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞു. ഞാൻ അവനെ അറിയുന്നില്ല, നിന്റെ ഉച്ചാരണം, നിന്റെ സംസാരം അവനെ പോലെ ആയിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും പത്രോസ് അവിടുന്ന് മാറിപ്പോവുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ പലരും യേശുവിനെ വിട്ട് മാറിപ്പോയപ്പോൾ യേശുവിനോട് കൂടെ നടന്നൊരു സഹോദരി ഈ മഗ്ദലക്കാരത്തി മറിയ. മഗ്ദല എന്ന് പറയുന്നത് ഒരു ദേശമാണ്, സ്ഥലമാണ്. തിബരിയോസ് കടലിൽ നിന്ന് നടന്നൊരു 3 മൈൽ ദൂരത്തിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മഗ്ദല എന്ന് പറയുന്നത്. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബിറ്റേർനെസ് എന്നാണ്. മാറ എന്ന വാക്കിൽ നിന്നാണ് മറിയ എന്ന പേര്. മിരിയാം, പഴയ നിയമത്തിൽ മിരിയാം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ മിറിയം, പുതിയ നിയമത്തിൽ മറിയ, മേരി എന്ന് പറയുന്നതെല്ലാം തന്നെ മാറ, ബിറ്റേർനെസ്, കയ്പിൻ്റെ അനുഭവമാണ്. അങ്ങനെ ജീവിതത്തിൽ
വലിയ കയ്പിൻ്റെ അനുഭവങ്ങളിലൂടെ പോയ ഒരു സഹോദരിയാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൾ ഭൂതബാധിതയായ ഒരു സ്ത്രീയായിരുന്നു. വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 16:9. താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ, ഹലോ, എത്ര ഭൂതം ഉണ്ടായിരുന്നു? ഒരു ഭൂതമുള്ള ഒരു സ്ത്രീയെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇവളുടെ മേൽ എത്ര ഭൂതം ഉണ്ടായിരുന്നു? 7 ഭൂതങ്ങൾ. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീയായിരുന്നു ഇവള്. ജീവിതത്തിൽ എല്ലാ ആശയും അറ്റുപോയവളായിരുന്നു. എന്നാൽ യേശു കർത്താവ് ആ മഗ്ദല എന്ന് പറയുന്ന ദേശത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് ഈ സ്ത്രീയെ യേശു വിടുവിക്കുകയാണ്. ആശയറ്റവൾ, തകർന്നവൾ, ഭൂതം ബാധിച്ചവർ, ആമേൻ, സ്തോത്രം, അവളെ കർത്താവ് സൗഖ്യമാക്കി. അവളുടെ ഭൂതത്തെ കർത്താവ് പുറത്താക്കി കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവളുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവം മാറ്റി. അവളുടെ സാക്ഷ്യം ദൈവം മാറ്റി. ആമേൻ. യേശുവുമായിട്ട് ആരൊക്കെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി. ആമേൻ, ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് എന്നെ ഇന്നലെ ഒരു സഹോദരൻ, ഒരു പക്ഷേ മേ ബി കാണുന്നുണ്ടായിരിക്കാം, ലൈവിലൂടെ കാണുന്നുണ്ടായിരിക്കും, മറ്റൊരു രാജ്യത്തു തന്നെ വിളിച്ചു, പാസ്റ്ററെ ഞാൻ ക്രൂരനായ മനുഷ്യനായിരുന്നു, എനിക്ക് സ്നേഹത്തോടെ ഇടപെടാൻ കരുതി. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു, ചെറുപ്പക്കാരനാണ്, യൗവനക്കാരനായ മനുഷ്യൻ, ഞാൻ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്, ഒരു പക്ഷേ ഞാൻ അടിക്കുന്നൊരു സ്വഭാവക്കാരൻ, വളരെ വളരെ മോശമായ ക്യാരക്ടർ. എനിക്ക് എൻ്റെ കുടുംബവുമായിട്ട് പോലും നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റില്ല. ചെറിയ വിഷയങ്ങൾക്ക് പോലും ഞാൻ ശുഭിതനായി പോകുന്ന ഒരു അഡമൻ്റ് ക്യാരക്ടറായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ എന്നെ വിട്ടുമാറി നിൽക്കുന്നൊരു സമയമാണ്. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി എന്നെ ചിലർ ഒരു യോഗത്തിന് വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. എനിക്ക് മാറ്റമുണ്ടായത് ഞാൻ ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എൻ്റെ മദ്യപാനം ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ പുകവലി ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ ഷോർട്ട് ടെമ്പേർഡ് ക്യാരക്ടർ മാറി, എൻ്റെ വാക്കുകൾക്ക്, സംസാരത്തിൻ്റെ ശൈലികൾക്ക് മാറ്റം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ, ശൈലികളുടെ വ്യത്യാസങ്ങൾ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭാര്യ വീട് തിരുവനന്തപുരത്താണ്, എൻ്റെ ഭാര്യ താമസം വീട് വഴയിലെയാണ്, ഞാൻ ഈ രാജ്യത്താണെങ്കിലും പാസ്റ്ററെ ആ കുടുംബം ബന്ധപ്പെടും. ഞാൻ ആരെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഓൺലൈനിലൂടെ ദൈവദാസൻ്റെ പ്രസംഗം കേട്ടത്. ദൈവദാസനെ എൻ്റെ വൈഫും മദർലോയും അവർക്ക് ഭയങ്കര കത്തോലിക്കരാണെങ്കിലും പാസ്റ്ററെ കണക്റ്റാവും, ബന്ധപ്പെടും എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? എത്ര വലിയ ക്രൂരമായ സ്വഭാവമുള്ളവനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നൊരു കാര്യമാണ് യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവുമായിട്ട് അവൻ കൂട്ടിമുട്ടിയിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ രോഗശാന്തി നടന്നിട്ടുണ്ട്, അവിടെ സൗഖ്യം നടന്നിട്ടുണ്ട്. രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ യേശുവുമായിട്ടൊരു എൻകൗണ്ടർ നടന്നിട്ട് അവൾ കടന്നുപോയത് രക്തസ്രാവവുമായിട്ടല്ല പോയത്, അവൾ സൗഖ്യമായിട്ടാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു കർത്താവ് നടന്നു പോകുമ്പോൾ യേശു കർത്താവ് നടന്നു പോയപ്പോൾ വലിയ ജാഥയായിട്ടാണ് പോകുന്നത്. ആമേൻ. ജയത്തിൻ്റെ ഘോഷമായി, ഉയർപ്പിൻ്റെ ഘോഷമായി പോകുമ്പോൾ യേശുവിനെ കൂട്ടിമുട്ടിയത് ഒരു ശവമഞ്ചമായിട്ടാണ് വന്നത്. നയീനിലെ വിധവയുടെ ആ മരണത്തിൻ്റെ ഘോഷയാത്രയും ജീവന്റെ ഘോഷയാത്രയും നമ്മൾ കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജീവിക്കുന്നവനെ, മരിച്ചവനെ ജീവിച്ച ചരിത്രമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം. ആമേൻ, ആമേൻ, ആമേൻ.
ക്രിസ്തുവുമായിട്ട് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുമെങ്കിൽ അവിടെ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനിടയായിത്തീരും. ഒരു യാഥാസ്ഥിതികമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ഒരു എൻകൗണ്ടറിന്റെ ആവശ്യമൊന്നുമില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകാനോ സ്വതന്ത്രകാഴ്ച ഇടാനോ അങ്ങനെ ദശാംശം ഇടാനോ ഒരു പാട്ട് പാടാനോ ഒന്നും അത് കോമൺ, സ്വാഭാവികമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ പോകാനായിട്ട് ഒരു 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 ഫെലോഷിപ്പായിട്ട് കാണുന്നവർക്ക് എൻകൗണ്ടറിൻ്റെ ആവശ്യമില്ല. എന്നാൽ ജീവിതത്തിൽ വിടുതൽ വേണമോ, അത്ഭുതങ്ങൾ കാണണമോ, ദൈവപ്രവൃത്തി കാണണമോ, ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ അത്ഭുതങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ഒരു യാന്ത്രികമായ, ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമായി ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് ഞാനും നിങ്ങളും വരുന്നുവെങ്കിൽ അവിടെ ജീവിതത്തിന്, സ്വഭാവത്തിന്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യേശു കർത്താവ് അപ്പോസ്തലനായ പൗലോസുമായിട്ട് ഡമസ്കോസിന്റെ പടിവാതിക്കൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. സ്തോത്രം. ആ എൻകൗണ്ടർ ശൗലിനെ പൗലോസാക്കി മാറ്റി. ഓ ജീസസ്, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ എൻകൗണ്ടർ അവൻ്റെ പേര് പോലും മാറ്റിക്കളഞ്ഞു. അവൻ്റെ സ്വഭാവം മാത്രമല്ല, അവൻ്റെ പേര് മാറ്റാനിടയായി, അവൻ്റെ ജീവിത സ്വഭാവങ്ങൾ മാറ്റാനിടയായി. അവൻ എന്തിനെതിരെ പോരാടിയോ അതിന് അനുകൂലമായി തീരത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. എന്താണോ ദുഷ്ടപിശാച് നിന്നെ തകർത്ത് കളയാനായി ഉപയോഗിക്കുന്ന മണ്ഡലങ്ങൾ, അതിൽ നിന്ന് നിന്നെ മാറ്റിയെടുത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാക്കി, വ്യക്തിത്വമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചൊരു മനുഷ്യനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, യാക്കോബാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആമേൻ. വീട്ടിൽ നിന്നിറങ്ങി യാത്ര തിരിച്ചു. യാത്ര മധ്യത്തിൽ താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ഒരു എൻകൗണ്ടറും കാണാൻ പറ്റുന്നില്ല. എന്നാൽ ലൂസിലെത്തിയപ്പോൾ അവൻ കല്ല് തലയണയായി വെച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അതുവരെ വന്ന യാക്കോബല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത്. അവിടെ എല്ലാം അത്ഭുതങ്ങൾ കാണുകയാണ്. വ്യത്യസ്തനായി ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് കാൽച്ചുവടുകൾ വെക്കുന്ന ഒരു യാക്കോബായി മാറി. അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതമായത് ആ ലൂസിലെ എൻകൗണ്ടറാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ വിജയമായി മാറിയത് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എൻകൗണ്ടർ വേണം. ആമേൻ. ആമേൻ. നമ്മളൊക്കെ ഈ മറന്നു പോകുന്ന ആൾക്കാരാണ്. ഈ ഒരു എൻകൗണ്ടർ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചൂടാറിപ്പോകുന്ന, ആത്മീയ ജീവിതത്തിൽ തണുത്തു പോകുന്ന സ്പിരിച്വൽ ലൈഫ് നമുക്കുണ്ടാകാറുണ്ട്. സ്തോത്രം. ഇടയ്ക്ക് നമുക്ക് ഭയങ്കര തീഷ്ണതയാണ്, ഭയങ്കര ചൂടാണ്. ആത്മീകത്തിൽ ഭയങ്കര തീഷ്ണത, ഭയങ്കര ചൂട്. നമ്മുടെ സ്തോത്രത്തിൻ്റെ അത്ര സ്തോത്രം വേറൊരാളുടെ ഒക്കത്തില്ല. ഭയങ്കര തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, ഓടുന്ന ഒത്തിരി ക്യാരക്ടർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേഞ്ച് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടും. ഹല്ലേലൂയ. ഭക്തന്മാർക്കൊക്കെ ദൈവം ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരോട് സംസാരിക്കുമായിരുന്നു. സ്തോത്രം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ അനുഭവങ്ങളല്ല, ഒരു പുതിയൊരു അനുഭവം. ഹല്ലേലൂയ. കർത്താവ് തിബരിയോസ് കടൽക്കരെ വന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ചതുമല്ലോ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയുന്ന, കർത്താവ് 1985 പിടിച്ച അനുഭവം ഉണ്ട്. നോ, ദൈവത്തിന് അത് വേണ്ട. ഇപ്പോൾ നിനക്ക് ദൈവവുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നിനക്ക് കഴിയുമെങ്കിൽ, അവൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, അവൻ എവരി ഡേ, അവൻ ഓരോ ദിവസവും നീ കർത്താവിൻ്റെ കരുണയും കൃപയും
ദിവസത്തിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയുമെങ്കിൽ അന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിന്റെ വിടുതലായിരിക്കും, അനുഗ്രഹമായിരിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുക. ആമേൻ, ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയയിലേക്ക് വരികയാണ്. അവളുടെ ജീവിതത്തെ അവളുടെ പേര് പോലെ തന്നെ കയ്പുള്ളവളായിരുന്നു. സ്തോത്രം. നവോമി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഇനി നവോമി എന്ന് വിളിക്കണ്ട, മാറ. അതേ അർത്ഥം തന്നെ, മറിയ. നവോമി എന്നുള്ള നല്ല പേര് മാറ്റിയിട്ട് അവൾ കയ്പെന്ന് പേര് തന്നെത്താൻ ഇട്ടു. കാരണം ജീവിത സാഹചര്യങ്ങൾ കയ്പായി പോയി. ദൈവം പറഞ്ഞു, നിന്നെ നീ കയ്പെന്ന് വിളിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതം നീ തന്നെ കയ്പാക്കാൻ നോക്കിയാലും നടക്കാത്തതുപോലെ ചില മധുരങ്ങൾ നിന്റെ ജീവിതത്തിൽ തരാൻ, നീ ഏതാണോ കയ്പ എന്ന് പറഞ്ഞത് ആ കയ്പിനെ തന്നെ മധുരമാക്കാൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് സംസാരിക്കുകയാണ്. നീ എന്താണോ കയ്പെന്ന് പറഞ്ഞത് അതിനെ തന്നെ, മാറായെ തന്നെ മധുരമാക്കി മാറ്റാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയം, നീ ഞെരുങ്ങുന്ന വിഷയം, നീ കരയുന്ന വിഷയം, നീ നെടുവീർപ്പെടുന്ന വിഷയം, ആ വിഷയത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആമേൻ. തിരിച്ചു വരിക കേട്ടോ, എങ്കിലേ നമ്മുടെ ദൂത് സമയത്ത് നിർത്താൻ പറ്റുള്ളൂ. മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടെ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. നമുക്ക് ആ സംഭവം, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഈ വിഷയം ഒന്നുകൂടെ, ആ വരവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 4 സുവിശേഷങ്ങളിലും മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ചും ശലോമിയെക്കുറിച്ചും യാക്കോബിൻ്റെയും യോസയുടെ അമ്മ മറിയയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ 3 പേരല്ല, വേറെ ധാരാളം പേരുള്ളതായിട്ട് കാണാൻ പറ്റും. മറ്റ് സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട്, മറ്റു സ്ത്രീകൾ. ചിലയിടത്ത് പറഞ്ഞിരിക്കുന്ന മറിയ ക്ലയോപ്പാവിൻ്റെ ഭാവിയെ മറിയയെക്കുറിച്ച് പറയുന്നതായി പറയുന്നുണ്ട്. ക്ലയോപ്പാവിൻ്റെ ഭാര്യ, അങ്ങനെ ധാരാളം. അപ്പോൾ ഇവർ 3 പേരുമല്ല, 4 പേരുമല്ല, വളരെയധികം സ്ത്രീകൾ മഗ്ദലക്കാരത്തി മറിയയുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. എങ്ങോട്ട് പോകാൻ? കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോകാനുള്ള യാത്രയുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ മറിയയുടെ ഒരു ഈ ഒരു ടീം ലീഡർ മറിയ. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയയുടെ പേര് എല്ലാത്തിനകത്തും. ബാക്കിയുള്ളവരൊക്കെ മറിയയുടെ പുറകിലാണ്, ഇവൾ ഏറ്റവും മുമ്പിലാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കാൻ കാരണം, ഏറ്റവും അധികം കടം ഇളച്ചു കിട്ടിയവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. നിങ്ങൾ എത്രത്തോളം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ അത്രയും നിങ്ങൾ യേശുവിനെ സ്നേഹിക്കും. ആമേൻ, ഹല്ലേലൂയ. ഒരാൾ ഉറച്ച് ഹല്ലേലൂയ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ, ഈ പുള്ളിക്ക് എന്താ ഇത്രയും വലിയ ഹല്ലേലൂയ? ആ പുള്ളിക്ക് നിങ്ങൾക്കില്ലാത്തൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. പലരും രാവിലെ ഒക്കെ പോയതല്ലേ, രാവിലെ പോയിട്ട് വൈകുന്നേരം കൂടെ പോയി ഇരിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാന്ന് പറയുമ്പോഴും, ബുദ്ധിമുട്ടാണേലും നമ്മൾ അതിന് തീഷ്ണത കാണിക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? അത്രയും നമ്മൾ അനുഭവിച്ചതുകൊണ്ടാണ്. ജീവിതത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത തലങ്ങളിൽ, ആർക്കും നമ്മളെ വിടുവിക്കാൻ കഴിയാത്ത മേഖലകളിൽ, ആമേൻ, പൗലോസ് അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണ കാണിക്കാൻ മാത്രം നീ എന്നോട് പറയല്ലേ. നീ രാജാവായിരിക്കാം, ആമേൻ, നീ എത്ര വലിയവനായിരിക്കാം. പലപ്പോഴും ശിഷ്യന്മാരോട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്,
പ്രസംഗിക്കരുതെന്ന് താക്കീത് കൊടുത്ത് പറഞ്ഞു വിട്ടു. പോയി വെളിയിറങ്ങി പിന്നെ യേശുവിന് നാമം പറയുക. ആമേൻ. ന്യായാധിപ സംഘത്തിൽ നിന്ന് പറഞ്ഞു വിടുക, ഇനി മേലാൽ നിങ്ങൾ യേശുവിന് നാമം ഉപയോഗിക്കരുത്, അത് പ്രസംഗിക്കരുത്. വേറെ എന്തോ നീ പ്രസംഗിച്ചോ. സ്തോത്രം. പിശാചിന് വേറെ ഒന്നും പേടിയില്ലെന്നേ, യേശുവിൻ്റെ നാമത്തെ മാത്രമേ പേടിയുള്ളൂ. സ്തോത്രം. അത് പ്രസംഗിക്കരുത്. എങ്ങനെയെങ്കിലും സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കാൻ ദുഷ്ട പിശാച് നോക്കുമ്പോൾ ആമേൻ, ഏത് പ്രതികൂലങ്ങളെയും അവഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന, കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന, ആഴമായി അനുഭവിച്ചറിഞ്ഞ ചില അഭിഷക്തന്മാരുണ്ട്. ആരുടെ വാ മൂടിക്കെട്ടിയാലും അവരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. അതവരുടെ അനുഭവമാണ്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തത്വചിന്തകളുടെ കൂമ്പാരങ്ങളല്ല, പ്രത്യുത അത് അനുഭവങ്ങളുടെ ആഴമായ അനുഭവമാണ്. അനുഭവങ്ങളുടെ ആരോമൽ ഗീതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ആഴമായ അനുഭവമുള്ള ഒരു വ്യക്തിയെ തടയാൻ പറ്റില്ല. ആമേൻ. സ്തോത്രം. മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ അറിഞ്ഞതാണ്. അവൾ ഭൂതബാധിതയായിരുന്ന അവൾക്ക് സൗഖ്യം കിട്ടി. എന്നെ ഏറ്റവും ടച്ച് ചെയ്ത വിഷയം, ഞാൻ വിഷയത്തിലേക്ക് വരാം, ഈ ഭാഗത്തേക്ക് വരാം. ഏറ്റവും ടച്ച് ചെയ്ത വിഷയം, മഗ്ദലക്കാരത്തി മറിയ യേശുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ സാക്ഷിയായിരുന്നു. ആമേൻ. അതിൽ പത്രോസോ യാക്കോബോ ഒന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇവൾ യേശു ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുമ്പോഴും ആരുമില്ലാത്തപ്പോഴും മാറി യേശു ക്രൂശിൽ കിടക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിളിലെ കാര്യ. അത് കഴിഞ്ഞ് യേശു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അരിമത്യക്കാരനായ ജോസഫും നിക്കോദേമോസും കൂടെ ചേർന്ന് യേശുവിൻ്റെ ഭൗതിക ശരീരം വാങ്ങിച്ച് സുഗന്ധവർഗം ചുറ്റി അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ട് വെക്കുന്ന സമയത്തും അവർ ഈ ഡെഡ് ബോഡിയെ എന്ത് ചെയ്തു? അനുഗമിച്ചു എന്ന് വേദപുസ്തകത്തിൽ കാണാം. ഇവർ യേശുവിന്റെ ഡെഡ് ബോഡിയെ അനുഗമിച്ചു. അവനെ കല്ലറയിൽ വെക്കുന്നത് കണ്ടിട്ട്, റോമർ ഇമ്പീരിയർ മുദ്ര പതിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഇവർ തിരിച്ചു വീട്ടിലേക്ക് പോയത്. റോമൻ പടയാളികളെ നിർത്തിയിരിക്കുന്ന കണ്ടിട്ടാണ് അവർ പോയത്. എന്ന് പറഞ്ഞാൽ പലരും പോയിട്ടും ഇവർ പോയില്ല. ഞാൻ സാധാരണ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് വെല്ലുമ്പോൾ ചർച്ചിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് വീട്ടിലുള്ളത്ര ആളെവിടെ ഇല്ല, പള്ളിയിൽ ഇല്ല. പള്ളി കഴിയുമ്പോൾ ബോഡി എടുത്ത് എവിടെട്ടോ കൊണ്ടുപോകുന്നേ? നേരെ സെമിത്തേരി കൊണ്ടുപോകും. സെമിത്തേരി കൊണ്ടുപോകുമ്പോൾ ഈ കൂടിയ ജനത്തിൻ്റെ 4 പോലും സെമിത്തേരി വരുമോ? ഇല്ല. എന്താ കാര്യം? അവർക്ക് അത്രയ്ക്ക് ബന്ധമേ, പള്ളി വരെയുള്ള ബന്ധമേ ഇവർക്ക്, അതിനപ്പുറത്തോട്ടൊരു ബന്ധം ഇവർക്കില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ കല്ലറയിൽ വരുന്ന, ആ സെമിത്തേരിയിലേക്ക് വരുന്ന ആൾക്കാരെ കുറച്ചുകൂടെ ആ ഫാമിലിയുമായിട്ട് കണക്റ്റഡായ കുടുംബമാണ് വരുന്നത്. അവിടെ വരുന്ന ആ ബോഡി എല്ലാം അടക്കി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോയാലും പിന്നെയും പോകാതെ നിൽക്കുന്ന കുറച്ച് പേര് കാണും. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ആൾക്കാരെ തോളിലെടുത്തോണ്ടായിരിക്കും അവരെ കൊണ്ട് പോകുന്നത്. അത്രമാത്രം ബന്ധം ആ മരിച്ച വ്യക്തിയുമായിട്ട് അവർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരും പോയി, എല്ലാവരും പോയിട്ടും ആരും കൂടില്ലാഞ്ഞിട്ടും ഈ മഗ്ദലക്കാരത്തി മറിയ കർത്താവിൻ്റെ കല്ലറ വരെ ചെന്നു. എല്ലാവരും പോയിട്ടും അവൾ പോയില്ല. ഞാൻ ആ ഭാഗവും ആ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമൊക്കെ വായിച്ചപ്പോൾ, ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നു. എന്തുമാത്രം അവൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു.
ഹല്ലേലൂയ. നമ്മളൊക്കെ വാഗൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. വാക്കുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അതൊക്കെ നമ്മളെ സേഫ് ആക്കിയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ആണോ അല്ലയോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നമ്മൾ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ സേഫ് ആക്കിയിട്ടുള്ള സ്നേഹമൊക്കെ നമുക്ക് കർത്താവിനോട്. കർത്താവിൻ്റെ വിഷയമാണെങ്കിൽ കൈവിട്ടുള്ള കളിയൊന്നും നമ്മൾ കളിക്കത്തില്ല. കാരണം നമുക്ക് അത്രയും സ്നേഹം ആരോടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പറയുന്നതേ ഉള്ളൂ, കർത്താവേ ഐ ലവ് യു, ഐ ലവ് യു. അമേരിക്കക്കാര് കാമുകിയോട് പറയുന്ന പോലെ കാണുമ്പോൾ ഐ ലവ് യു പറഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകും. സ്തോത്രം. ആമേൻ. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനേക്കാൾ അവൻ യേശുവിനെ സ്നേഹിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എൻ്റെ പ്രാണനെ ഞാൻ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പാടുന്നുണ്ടെങ്കിലും, സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രഷ്യസ് ആയ പലതിനെയും വിടാനോ അവൻ കർത്താവിനെ സ്നേഹിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പലരും അകലം വിട്ടുമാറുമ്പോഴും അകലം വിട്ടുപോകുമ്പോഴും പലരും മാറിപ്പോകുമ്പോഴും യേശുവിനെ ആഴമായി സ്നേഹിക്കാനും യേശുവിനെ പിൻപറ്റാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത ദൈവികമായ ചില മർമ്മങ്ങൾ, വെളിപ്പാടുകൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ എല്ലാം കല്ലറയെല്ലാം അടച്ചു. റോമൻ എംപീരിയപതി പതിച്ചു. അല്ലെങ്കിൽ അവിടെ റോമൻ പടയാളികളുണ്ട്, അവരെ നിർത്തി ആയുധം പിടിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ടിട്ടാണ് മഗ്ദലക്കാരത്തി മറിയയും കൂട്ടരും ഇവിടെ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം ശബത്തിന്റെ സമയത്ത് ഇവർ വെറുതെ ഇരിക്കുകയല്ല, വിഷമിച്ചിരിക്കുകയല്ല, അവരൊരു സാധനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ സാധനം? സുഗന്ധവർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സുഗന്ധവർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. എന്താ അവരുടെ ആഗ്രഹം? ശബത്ത് കഴിഞ്ഞ് ഏർലി മോർണിംഗ്, ശബത്ത് എപ്പം കഴിയുമോ അന്നേരം യേശുവിൻ്റെ കല്ലറയിൽ പോകണം. അതൊരു വലിയ സംഭവമാണ്. ഈ കല്ലറയിൽ പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ച കല്ലറയിൽ പിന്നെ പോയിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. നമ്മൾ അടക്കാൻ വരെ കല്ലറ വരെ പോയി ഗുഡ് ബൈ പറഞ്ഞ് വന്നു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്ലറയൊന്ന് കണ്ടു കളയാം, എൻ്റെ സുഹൃത്ത് കിടക്കുന്നിടത്ത് ആ ബോഡി കിടക്കുന്നതൊന്ന് കാണാൻ. അവിടെ പോയി മെഴുകുതിരി ഒന്നും കത്തിക്കാതെ കാണാൻ പോകുന്നു, കുഴപ്പമൊന്നും. സ്തോത്രം. അവിടെ പോയി നമ്മൾ അതിനെ ആരാധിക്കുകയൊന്നും വേണ്ട. നമുക്കൊരു സ്നേഹം തോന്നി, അമ്മയെ അടക്കിയെടുത്തൊന്ന് പോകണം, ആ ഭൗതിക ശരീരം അടക്കിയതൊന്ന് കാണാൻ. ആരും പോയിട്ടുണ്ടോ? സ്തോത്രം. എന്നാൽ ഇവളുടെ ഉള്ളിലാഗ്രഹം, യേശുവിനെ അടക്കിയെടുത്ത് എനിക്ക് പോകണം. അവിടെ ചെന്ന് യേശുവിൻ്റെ ആ ശരീരത്തിൽ എനിക്ക് സുഗന്ധവർഗം പൂശണം. അസാധ്യമായ കാര്യമാണ്. ഒരുപക്ഷെ അത് യേശുവിനെ ശരീരത്തിൽ പൂശാൻ പറ്റിയില്ലെങ്കിലും അവിടെ വെളിയിലെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പറഞ്ഞു. കാരണം യേശുവിനെ അവർക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. യേശുവിനുള്ള സ്നേഹമാണ് അവളെ അവിടേക്ക് കൊണ്ടുപോയത്. സ്തോത്രം. അപ്പോൾ അവൾ യേശുവിനെ സ്നേഹിച്ചതിന് ഡെപ്ത് മനസ്സിലാകാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ സ്നേഹിച്ചതിൻ്റെ ആഴം, മരണത്തിനപ്പുറത്തും അവൾ യേശുവിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതാണ് യേശുവിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ അവളെ പ്രേരിപ്പിച്ചത്.
അതാണ് അവള് ആ ടീമിന് ലീഡർഷിപ്പ് കൊടുത്തത്. ഏത് ടീമിനാ? ഈ സഹോദരി സമാജത്തിന്. എല്ലാവരും പേടിച്ച് വീട്ടിലിരിക്കുമ്പോഴും നിരാശപ്പെട്ടിരിക്കുമ്പോഴും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ പറഞ്ഞു കാണും, അവിടെ റോമൻ പടയാളികളുണ്ടെന്ന് നീ പറഞ്ഞതല്ലേ, അവിടെ റോമൻ ഇമ്പീരിയർ മുദ്രയുണ്ടെന്ന് നീ പറഞ്ഞതല്ലേ, അവിടെ വലിയ കല്ല് ഈ സഹോദരിമാർക്ക് ഉരുട്ടി വെക്കാൻ പറ്റുന്നതിനപ്പുറമായ, ഉരുട്ടി മാറ്റാൻ പറ്റുന്നതിനപ്പുറമായ ഭാരമുള്ള കല്ല് ഉണ്ടെന്ന് നീ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ കുറെ സഹോദരിമാര് പോയിട്ട് എന്താ കാര്യം? ഈ ആവേശം എന്ന് പറയുന്നത്, ഈ ആവേശം മുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചിന്തയൊന്നും ഇല്ല. ആവേശം, ഈ ദൈവമക്കൾക്കൊരു ആവേശം വേണം. സ്തോത്രം. എന്താ വേണം? മയങ്ങി ഉറങ്ങി തൂങ്ങി ഉള്ളൊരു ജീവിതമുള്ളവർക്ക് കർത്താവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയെങ്കിലുമൊക്കെ പൊത്തുപൊരുത്തമായി ഇങ്ങനെ പോയാൽ മതി എന്നുള്ള ചിന്തയുള്ള ഒരാളെ കൊണ്ട് ഒരു കാര്യം കർത്താവിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആവേശം ഉണ്ടെങ്കിൽ മറ്റു പലരും ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവോത്സവം ചർച്ചിനകത്ത് ആവേശത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുറച്ച് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ ആവേശം കെടുത്തുന്ന വാക്കുകളൊക്കെ പലയിടത്തു നിന്ന് വന്നെന്ന് വരും. ഹൂ കേഴ്സ്? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഭക്തനക്കാരത്ത് മറിയോടും യാക്കോവിൻ്റെ യോസയുടെ അമ്മ മറിയോടും, ആമേൻ, അത് യോഹന്നാൻ്റെയും യാക്കോവിൻ്റെ അമ്മ ശലോമയോടും, ആമേൻ, അതുപോലെ തന്നെ മറ്റു മറിയമാരോടുമൊക്കെ ആൾക്കാർ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ച വിഷയത്തിലൊരു വിഷയം വന്ന് എന്താണ്? ഡിസ്കറേജ്മെന്റ്. നിരുത്സാഹപ്പെടുത്തും. ആവശ്യത്തോടെ കർത്താവിനോട് നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ, ചെയ്യിപ്പിക്കാതിരിക്കാൻ. ഞാനോ തിന്നുന്നില്ല, നീയും തിന്നണ്ട. സ്തോത്രം. പണ്ടൊരു പറച്ചിലുണ്ട്, പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ പുല്ല് തിന്നാൻ സമ്മതിക്കുകയില്ല. എങ്ങനെയും ഉഴപ്പിക്കുക. സ്തോത്രം. അവൻ ഉഴപ്പിക്കോട്ടെ, അവൻ ആവേശമില്ലെന്നേ. എന്നാൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഴമായ ആവേശമാണ് എന്നെ നിർത്തുന്നത്. ഒരു കത്തുന്ന ഒരനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ വേണം. അതിനുവേണ്ടി നമ്മളെ എപ്പോഴും വാമപ്പാക്കി നിർത്തണം. തണുത്തു പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഒറ്റ ഉപവാസമൊക്കെ ഇരിക്കണം. ദൈവസന്നിധിയിൽ, കർത്താവേ, ഞാനൊന്ന് ചൂട് പിടിക്കുന്ന ഒരു ചൂടുള്ള ഉപദേശിയാക്കി എന്നെ മാറ്റണേ. ആമേൻ. ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് 38 വർഷമായി. 1-2 വർഷമല്ല. ഒന്ന് ഒതുങ്ങിക്കളയാം. ഇത്ര നാളുമൊക്കെ കുറെ ആവേശമൊക്കെ കാണിച്ചില്ലേ? ആമേൻ. സ്തോത്രം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇതൊരു 50 വർഷമായാലും ഒതുങ്ങാത്തൊരാവേശമായിരിക്കണം. ആമേൻ. ഇറങ്ങിയ നാളിലെ പോലെ ഒരു തീഷ്ണത നീ മരിക്കുമ്പോഴും നിനക്ക് കാണണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്ക് ശബ്ദം തരുന്ന അത്രയും നാളും ശക്തിയോടെ കർത്താവിനെ ഉയർത്താൻ പറ്റണം. ഇന്നലെ നമ്മുടെ സഭയിലെ പ്രായമുള്ളവരച്ചാൻ ലൈവ് കാണുന്നുണ്ടായിരിക്കും, പേരൊന്നും പറയുന്നില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് സൗണ്ട് ഇങ്ങനെ കുറയുകയാണ്, ശബ്ദം കുറഞ്ഞു പോവുകയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ നെർവിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. പാർക്കിൻസൺസിൻ്റെ ആരംഭമാണ്. അപ്പം അത് നെർവ് സംബന്ധിച്ച് വോക്കൽ കോഡിനെ ബാധിച്ച് അത് ആണെന്ന് പറയുന്നു. സൗണ്ട് കുറഞ്ഞു ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ പ്രായമാകുമ്പോൾ ശബ്ദം കുറഞ്ഞെന്ന് വരും, കൈകാലുകൾ ചലിക്കുന്നതിന് വേഗത കുറഞ്ഞെന്ന് വരും. ആമേൻ. നമ്മൾ പ്രായമാകുമ്പോൾ ആമേൻ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനുണ്ടായെന്ന് വരും. നമ്മുടെ പഴയ ഊർജ്ജമൊന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. ആമേൻ. എന്നാൽ ദൈവം നിനക്ക് ശബ്ദം തന്നിരിക്കുന്ന നാളുകളിൽ
ദൈവം നിനക്ക് ആരോഗ്യം തന്നിരിക്കുന്ന ദിവസങ്ങളിൽ, ദൈവം നിനക്ക് ചിന്തിക്കാൻ സമയം തരുന്ന സമയങ്ങളിൽ, നിനക്ക് കൈ കൊണ്ട് എഴുതാൻ നിനക്ക് ശക്തി കിട്ടുന്ന കാലങ്ങളിൽ, കൈ വിറയ്ക്കാതെ എഴുതാൻ പറ്റുന്ന കാലങ്ങളിൽ, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എഴുതുവാൻ, നീ പ്രസംഗിക്കാൻ, നിനക്ക് വാതുറന്ന് പാടാൻ കഴിയുന്ന നാളുകളിൽ, നിന്റെ ശബ്ദം കൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും പാടുവാൻ, യേശുവിനെ ഉയർത്തുവാൻ നിനക്ക് കഴിയുമെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണേ ഉഴപ്പല്ലേ, പാസ്റ്റർ എന്തോ ഈവനിങ് സർവീസ്, അതൊന്നും വേണ്ട പാസ്റ്ററെ. ആമേൻ. ഇതൊന്നും നടത്തുന്നത് എന്തോ കാര്യം? രാവിലെ വർഷിപ്പ് കഴിഞ്ഞ് വീണ്ടും വർഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കൂടണ്ടോ? മാസത്തിൽ ഒന്ന് പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണുമെന്ന്. ആമേൻ. അവർക്ക് അത്രേ അങ്ങോട്ടൊരു അനുഭവമുള്ളൂ, അത്രേ ആവേശമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആവേശം ഏതെങ്കിലും ചെറിയ കാര്യമല്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് 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 അവൻ കൈ തളരുന്നതിന് മുമ്പ്, കാല് തളരുന്നതിന് മുമ്പ്, കണ്ണ് മങ്ങുന്നതിന് മുമ്പ്, ശബ്ദം ഇടറുന്നതിന് മുമ്പ്, അവൻ കാതുകളിൽ ശബ്ദം കേൾക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നതിന് മുമ്പ്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പ്രവർത്തിക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതാണ് നിനക്ക് ബാലൻസ് എന്ന് പറയുന്നത്, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ സംതൃപ്തിയോടെ ജീവിച്ച് മരിക്കാം. നമ്മളൊരു കാര്യം എക്സ്ട്രാ ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തിന് കുറവുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായത്തോളം മനസ്സിലായി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ലോക്കൽ സഭയുടെ ചാർജുണ്ട്, സെൻറ്ററിൻ്റെ ചാർജുണ്ട്, സ്റ്റേറ്റിൻ്റെ ചാർജുണ്ട്. ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ സെമിത്തേരിയുടെ സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി മെമ്പറാണ്. ഇങ്ങനെ ഈ എല്ലാ സഭക്കാരുടെ ഭർത്തവക്കാർ യാക്കും മെത്രോപോലിത്ത ഉൾപ്പെടെയുള്ള സമിതിയുടെ ഗവേണിംഗ് ബോഡി മെമ്പറാണ്. പുതിയ സംഭവം അതൊക്കെ. ഞാൻ വെച്ച് വേറെ ആരുടെയും പേര് പറയുമെന്ന്. ഭർത്തവക്കാരും യാക്കോക്കാരും എല്ലാവരോടും ചേർന്ന് എൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് വലിയ കഴിവൊന്നുമില്ല, ഇച്ചിരി ആവേശമുള്ളതുകൊണ്ട് പിടിച്ചു നിർത്തുക ആൾക്കാരെ. ഞാൻ പറഞ്ഞതിന് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ഉള്ളപ്പോഴും ഞാൻ എൻ്റെ പിള്ളേരും എൻ്റെ ഭാര്യ അവർക്ക് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അന്നെ പറഞ്ഞു, ഡാഡി ഇത്രയും തിരക്കും, ഡാഡിയുടെ ആബ്സെൻസ് ഞങ്ങൾ ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലേ, പറഞ്ഞില്ലേ എന്നോട്? ഡാഡിയുടെ ആബ്സെൻസ് ഇത്രയും നാളിനിടയിൽ ഞങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല. ഡാഡി ഇല്ലല്ലോ, ഡാഡി ഇപ്പം പോയി, ഡാഡി എന്ന് എന്തൊരു ചിന്ത. അവരെ കണ്ണു തുറക്കും, ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ഹലോ, ആമേൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു ഉത്തരവാദിത്തങ്ങളും ഒരു ശുശ്രൂഷയും ഒന്നിന് തടസ്സമല്ല. ആമേൻ. പണ്ട് നമ്മുടെ അമ്മച്ചിമാർ പറയുന്നത് വേണേ ചക്ക. അയ്യോ, അതെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വേദോസത്തിലെ കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണേ ചക്ക, സ്തോത്രം. ഞാൻ ഇഷ്ടമുള്ള ചായക്കടയിൽ കയറി ചായ കുടിക്കണമെന്ന് ഞാൻ അവിടെ പോയി ചായ കുടിക്കും. സ്തോത്രം. നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയെടുക്കാൻ നമുക്ക് കഴിയും. സ്തോത്രം. ഒന്നും കുറച്ചിട്ട് അത് കട്ട് ഡൗൺ ചെയ്തേക്കാം, ഷട്ട് ഡൗൺ ചെയ്തേക്കാം, ഒന്നുമല്ല. സ്തോത്രം. നമുക്ക് വേണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശുശ്രൂഷ കഴിഞ്ഞ് ഓഫീസിൽ പോയി കുമ്മനാട് കഴിഞ്ഞ് രാത്രി ഞാൻ ലിസയെടുത്ത് പറഞ്ഞ ദിവസം ഒരുങ്ങി നിന്നേക്കണം. ഞാൻ വരുമ്പോൾ നീ പുറത്ത് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് വിസിറ്റിങ്ങിന് പോകണം. വിസിറ്റിംഗ് മുടക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും മുടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആവേശമുണ്ടെങ്കിൽ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുക, ഇതിനകത്തും ചിലരെ ആവേശത്തോടെ കർത്താവിനെ സേവിക്കാൻ, ഹല്ലേലൂയ, അനുഭവത്തോടെ ദൈവത്തെ സേവിക്കാൻ, തീഷ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കാൻ. കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞത് ഉഷ്ണവാനായിരിക്കാനാ. വെളിപ്പാട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതോഷ്ണവാനാകരുത്, ലൂക്ക്വാമാകരുത്. ഒന്നുകിൽ നിങ്ങൾ കോൾഡ് ആകണം, അല്ലെ ഹോട്ട് ആകണം, അല്ലെ കോൾഡ് ആകണം, അല്ലെ വാം ആകണം. ലൂക്ക്വാമാകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശീതോഷ്ണവാനാകരുത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ആമേൻ. ദൈവത്തിന് ഇഷ്ടം തീഷ്ണതയുള്ളവരെയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം?
ആമേൻ. തീഷ്ണതയുള്ളവരെ മാത്രമേ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഉഴപ്പന്മാരും മടിയന്മാരും പക്വത അങ്ങ് ചുമ്മാ മിണ്ടാതിരിക്കുന്നവരും ഒന്നും ചെയ്യാത്തവരും ഒന്നും കർത്താവ് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്ത പൗലോസാ. ഇവിടെ പൗലോസിനെക്കാട്ടി എത്രയോ നല്ല നഥനയേലുണ്ടായിരുന്നു. കപടമില്ലാത്തവൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞില്ലേ? കപടമില്ലാത്തവൻ, ഓ നല്ലവൻ. നീ കത്തിയുടെ കീഴിൽ ഇരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടതാ. ഇവിടെ അവനെ ആ പൗലോസ് ചെയ്ത ശുശ്രൂഷ അങ്ങോട്ട് ഏൽപ്പിച്ചുകൂടായിരുന്നോ? നിങ്ങളുണ്ടോ? ആ പൗലോസ് ചെയ്ത മിനിസ്ട്രി അവനെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? അവനെ ഏൽപ്പിച്ചാൽ അവനിങ്ങനെ അത്തി കണ്ടാ പുള്ളിയായിട്ട് കീഴിൽ കയറിയിരിക്കും. അത്തിയുടെ കീഴിൽ കയറി ഇരിക്കുന്നവനെ എന്നും അത്തിയുടെ കീഴിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. തണല് കണ്ടാ കയറി ഇരിക്കുന്നവനാ. അവനെ അല്ല കർത്താവിന് ആവശ്യം. വാളും കൊണ്ട് ക്രിസ്ത്യാനികളെ വെട്ടാൻ നടന്നവനെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് നിന്റെ വെട്ട് നിർത്തി പിടി തുടങ്ങാൻ പറഞ്ഞു. ഓ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുക. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വീറോടെ നിൽക്കുന്ന, അവനെയാണ് ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അവനെയാണ് ലേഖനം എഴുതാൻ ദൈവം കൈ ഏൽപ്പിക്കാൻ പോകുന്നത്. അവനെയാണ് സഭകൾ സ്ഥാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശം വരെ ഓടാൻ മനസ്സുള്ളവനെയാണ്. എങ്ങനെയും ഈ ഇസ്രായേൽ കർത്താവിന്റെ ശിഷ്യന്മാര് അവരാദ്യം ചിന്തിച്ചെന്താണെന്നറിയാം? നമുക്കിങ്ങനെ യെരൂശലേമിൽ തന്നെ വട്ടം കൂടി സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞിരിക്കാമെന്നാ. പുറത്തോട്ട് പോകുന്ന ഒരുത്തരും ഓടാൻ ഇഷ്ടമല്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ല. ആമേൻ. എങ്ങനെയാലും എവിടെ ഇരിക്കണം? സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് ഉപസിച്ച് പ്രാർത്ഥിച്ച് എവിടെ ഇരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിച്ചവരെ AD 70 ആയപ്പോഴേക്കും കർത്താവ് തീത്തോസ് കൈസരെ കൊണ്ടുവന്ന് അടിച്ച് തകർത്ത് സ്കാറ്റർ ചെയ്ത് കളഞ്ഞു. അടിച്ചു ഓടിച്ചതുകൊണ്ടാണ് അവര് പോയേ. എങ്ങനെ പോയത്? ഹലോ, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി പലതും ചെയ്യാതെ വരുമ്പം നമ്മുടെ കർത്താവ് ആ ചെയ്യാനായിട്ട് നമ്മളെ നിർബന്ധിപ്പിച്ചു വിടും. പൗലോസിനെ നിർബന്ധിക്കേണ്ടി വന്നില്ല. കാരണം പുള്ളി യെരൂശലേമിൽ നിന്ന് ഡമസ്കോസിൽ കുതിരപ്പുറത്തൊക്കെ പോയ പുള്ളിയാണ്. പുള്ളിക്ക് എങ്ങനെയും പോയി, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. താല്പര്യമാണ് പോകാനുള്ള. എവിടെയും യാത്ര ചെയ്യാനുള്ള മടിയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം. എവിടെ ചെന്നും എത്ര സഞ്ചരിച്ചും എത്ര ഓടിയും എത്ര പ്രസംഗിച്ചും എത്ര എഴുതിയും യേശുവിൻ്റെ നാമം ഉയർത്തണം. ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന, മനസ്സുണ്ടായിരുന്ന പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. അവൻ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയാം. നിന്റെ അകത്ത് എവിടെയും ഒതുങ്ങിയാ മതി നിനക്ക് ചിന്തയാണെങ്കിൽ അവൻ അത് പിശാച് കൊണ്ടൊരു ചിന്തയാ. ദൈവം നിന്നെ കുറിച്ച് തലമുറയിൽ ആഗ്രഹിക്കുന്നത് എവിടെയും ഒതുങ്ങാനല്ല, അതിനപ്പുറത്ത് കർത്താവിന് വേണ്ടി ഓടാൻ. ഓ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിനക്ക് ആരോഗ്യം തന്നത്, നിനക്ക് ആയുസ് തന്നത്, ഹല്ലേലൂയ, ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവാ. ദൈവത്തിനെ ഉപയോഗിക്കാൻ പോകുക. ഒറ്റ കാര്യമുള്ളൂ, ഒരു ആവേശം ഉള്ളിൻ്റെ ഉള്ളിൽ. പത്രോസിനെ അല്ലേ കർത്താവ് ഏറ്റവും കൂടുതൽ പിന്മാറിപ്പോയവൻ, വാളെടുത്ത് വെട്ടിയവൻ. നമ്മളാണെ പറയാം അവനെ കൊള്ളത്തില്ല, അവനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റി വിടുമായിരുന്നു. കർത്താവ് ഉപയോഗിച്ചത് ആരെയാ? ആവേശമുള്ള പത്രോസിനെയാണ്. പത്രോസിന് ഇടയ്ക്കിടയ്ക്ക് ആവേശം പോകും പുള്ളിക്ക്. ഈ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ഈ മഗ്ദലക്കാരത്തി മറിയ, ഞാൻ പറഞ്ഞങ്ങ് പോകാം. ഇവരിവിടെ വന്നു, കല്ലറ വന്നു. കല്ലറ അടുത്ത് വന്നപ്പോൾ അവർ തമ്മിൽ ഈ ആവേശത്തിൻ്റെ പുറത്ത് വന്നതാണ്. ഈ മഗ്ദലക്കാരത്തി ഈ സാധനം എല്ലാവരും ചുമന്നോണ്ടേ. എങ്ങനെ വന്നേ? ആവേശത്തിൻ്റെ പുറത്ത് ഇത് പൂശാൻ വന്നതാ. കല്ലറയുടെ അടുത്ത് വന്നപ്പോഴാണ് സംഗതി ഈ ലൈറ്റ് കത്തുന്ന പോലെ കത്തിയിട്ട് ഇടും. നമ്മൾ ആ കല്ലാരും ഉരുട്ടി മാറ്റും. കല്ലിരിപ്പുണ്ടല്ലോ. ഹലോ, അവർ ചോദിക്കുന്നത് പരസ്പരം. അതെവിടെ എഴുതിയിരിക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം എടുത്ത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വേഗത്തിലെടുത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അവരവിടെ വന്നു. കല്ലറയ്ക്ക് അടുത്ത് കടന്നപ്പോൾ അതിന് മുകളിൽ നമുക്ക് വേണ്ടി രണ്ടാമത്തെ വാക്യം 16:2 സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ വന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് എടാ ഈ കല്ലുണ്ടായിരുന്നുള്ള ഇന്നലെ പുള്ളിക്കാരിക്ക് അറിയാമായിരുന്നു. ഇത് കണ്ടിട്ടാ പോയത്. പക്ഷെ ആവേശം വന്നപ്പം കല്ലിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല. തടസ്സമൊന്നും അവൾ ഓർത്തില്ലെന്ന്. സ്തോത്രം. അടുത്ത് വന്നപ്പോൾ പറയണ ഈ കല്ലായിരുന്നു നമുക്ക് വേണ്ടി. ശോ, നിന്റെ ആവേശം മതി ദൈവത്തിന്, ബാക്കി ദൈവം ചെയ്തോളും. യു ഡു യുവർ ബെസ്റ്റ്, ഗോഡ് വിൽ ഡു ദ റെസ്റ്റ്. ഹലോ, മനസ്സിലായോ? യു ഡു യുവർ ബെസ്റ്റ്. നിനക്ക് സുഗന്ധവർഗം ഉണ്ടാക്കി കല്ലറയുടെ മുമ്പിൽ വരെ വരാൻ നിനക്ക് പറ്റുള്ളെങ്കിൽ അത് മതി. ബാക്കി നിനക്ക് ചെയ്യാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ യേശു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുക, ആമേൻ. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യുക. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്നിടത്തോളം യു ഡു യുവർ ബെസ്റ്റ്. യു ഡു യുവർ ബെസ്റ്റ്. യു ഡു യുവർ ബെസ്റ്റ്. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യുക. പണ്ടൊക്കെ പറയും താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ. നമുക്ക് ബാധിയൊന്നും പറ്റൂല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമുക്ക് എന്താ ബാധി? നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒരു സ്റ്റെപ്പ് കൂടെ വെക്കാൻ പറ്റുമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചോണം. ബാക്കി നിനക്ക് വെക്കാൻ പറ്റാത്തത് മുഴുവൻ ദൈവം നിനക്ക് വേണ്ടി വെക്കും. ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. അതാ ദൈവത്തിൻ്റെ പോളിസി. അങ്ങനെ ദൈവത്തിൻ്റെ പോളിസി അങ്ങനെ. ലാസറിനെ കല്ലറയ്ക്കൽ വന്നു. കർത്താവ് പറഞ്ഞു കല്ല് ഉരുട്ടി. അങ്ങനല്ലേ കർത്താവിൻ്റെ പോളിസി? കല്ല് ഉരുട്ടി വെച്ചവന്മാരെ കൊണ്ട് തന്നെ കല്ലുരുട്ടി മാറ്റിച്ചു. ഹലോ, കല്ലുരുട്ടി വെക്കാതെ ലാസറെ പുറത്തു പോകാന്ന് പറഞ്ഞാൽ കല്ല് അങ്ങനെ പറഞ്ഞ കർത്താവിന് കല്ലുരുട്ടി മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറില്ലായിരുന്നു. കല്ലുരുണ്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. കർത്താവിന് ഈസി ആയിട്ട് കല്ലുരുണ്ട് മാറട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കല്ലുരുണ്ട് മാറിയിരുന്നേനെ. ഇന്ന് കർത്താവ് പറഞ്ഞോ? അത് ഇല്ല. കല്ലുരുട്ടി വെച്ചവന്മാരെ കൊണ്ട് തന്നെ കല്ലുരുട്ടി മാറ്റിച്ചു. നീ ചെയ്യേണ്ടത് നീ ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കർത്താവ് ലാസറസ് കം ഔട്ട് എന്ന് പറഞ്ഞു. ലാസറ് പുറത്തു വന്നു. അവൻ റൂമാലുകളാൽ ചുറ്റപ്പെട്ടവനായി വന്നു. അവൻ്റെ കെട്ടഴിച്ചു മാറ്റാൻ അവരോട് പറഞ്ഞു. അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് പുറത്തു വന്നവൻ്റെ കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടഴിയൂലേ? എന്നാൽ കെട്ടിയോന്മാരെ കൊണ്ട് തന്നെ കെട്ടഴിപ്പിച്ചു. ദൂത് മനസ്സിലായിക്കോണം നിങ്ങൾ. ആമേൻ. ആരാണോ നിനക്കെതിരെ കെട്ടിയത്, കെട്ടിയവനെ കൊണ്ട് അഴിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ആരാണോ നിനക്കെതിരെ കല്ലുരുട്ടി വെച്ചത്, അവനെ കണ്ട് കല്ലുരുട്ടി മാറ്റിക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ആമേൻ. നിനക്കെതിരെ പ്രവർത്തിച്ചവരെ കൊണ്ട് തന്നെ നിനക്ക് അനുകൂലമായ ചില പ്രവർത്തികൾ ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. യു ഡു യുവർ ബെസ്റ്റ്, ഗോഡ് വിൽ ഡു ദ റെസ്റ്റ്. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു കഴിയുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. Man's extremity is God's opportunity. Man's extremity is God's opportunity. ആമേൻ. മനുഷ്യന്റെ നിസ്സഹായകരമായ അവസ്ഥയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കർത്താവേ അത് നീ ചെയ്തു തരണം, നീ ചെയ്തു തരണം. നടക്കത്തില്ല കേസ്.
എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വയ്യ, നീ എനിക്ക് ജയം തരണം. ഇല്ല, നിനക്ക് പഠിക്കാൻ പറ്റുന്നത്ര നീ പഠിക്ക്. നിനക്ക് കഴിയാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ 3 സഹോദരിമാരല്ല, ആ വന്ന സഹോദരിമാരെല്ലാവരും, 3 അല്ല, ഞാൻ പറഞ്ഞില്ല, ഇവിടെ 3 പേരുടെ പേരെ പറയുന്നുള്ളെങ്കിലും മറ്റു സഹോദരിമാരുണ്ടായിരുന്നു എന്ന് നമുക്ക് പല വേദഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 23 ലൂക്കോസ് 23ന്റെ 55 ലൂക്കോസ് 23ന്റെ 55, ലൂക്കോസ് 23ന്റെ ആ ഭാഗം നോക്കണേ, എനിക്ക് അങ്ങോട്ട് ഓർക്കുന്നില്ല. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും വെച്ച കണ്ടിട്ടും മടങ്ങിപ്പോയി. നോക്കി, ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും കണ്ട് അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട്, ഈ മദ്ദലക്കാരനും അറിയുകയും കൂട്ടരുടെയും കാര്യം പറയാണ്. അവര് ചെന്ന് എന്ന് പറഞ്ഞാൽ അരിമത്യക്കാരനായ ജോസഫ് ഈ ഡെഡ് ബോഡി കൊണ്ട് പോകുമ്പോൾ പുറയിൽ ഒളിച്ചൊളിച്ച് ആര് പോകുന്നുണ്ട്? ആരുമില്ല, ഈ സ്ത്രീകൾ. മനസ്സിലാവുന്നുണ്ടോ? അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സുഗന്ധവർഗവും പരിമള തൈലവും അവർ ഒരുക്കി വാങ്ങിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിലും ആ വാങ്ങിച്ച സാധനങ്ങളൊന്നും ഒരുക്കണമായിരുന്നു. മർക്കോസ് അതിനെ സുഗന്ധവർഗം വാങ്ങി വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. വെറുതെ സുഗന്ധവർഗം വാങ്ങിയിട്ട് കാര്യമില്ല, അതിനെ ഒരു സുഗന്ധവർഗമാക്കി അത് കൂട്ടൊരുക്കാനുള്ള പരിപാടി അത് ഇവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അവർ ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ അവർ സ്വസ്ഥമായിരുന്നു. അപ്പോൾ ശബത്തിന് മുമ്പേ അന്ന് രാത്രി യേശുവിനെ കൊണ്ട് വെച്ചിട്ട് പോയപ്പോഴേ അവരെന്ത് ചെയ്തു? ഒരുക്കാൻ തുടങ്ങി, പ്രിപ്പറേഷൻ തുടങ്ങി. ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ചിന്തയുണ്ടായി. അവർ വന്നതല്ല, they were preparing to worship God. ഹല്ലേലൂയ. അവർ യേശുവിനെ ആരാധിക്കാൻ ഒരു ഒരുക്കമുണ്ടാക്കുകയാണ്. അവൻ മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഒരുങ്ങുകയാണ്. ശബത്തിൽ അവർ മിണ്ടാതിരുന്നു. ശബത്തിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത് തന്നെ അവർ സുഗന്ധവർഗം എടുത്തുകൊണ്ട് യേശുവിന്റെ കല്ലറയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ പോവുക. അവർ കല്ലറയ്ക്കൽ വന്ന് അവർ പറയുകയാണ്, കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും? ഈ ഭാഗം സുവിശേഷങ്ങൾ 4 പേര്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഒന്ന് എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, Gospel of Matthew chapter 28. ആമേൻ. ആ 28-ൽ തുടക്കത്തിൽ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും, ഓക്കെ, അവിടെ 2 പേരുടെ പേര്. മർക്കോസ് 3 പേരുടെ പേര് പറഞ്ഞപ്പോൾ ഈ പുള്ളി എത്ര പേരെ പറഞ്ഞുള്ളൂ? പക്ഷെ അതിനകത്ത് 2-നും ആരുണ്ട്? മഗ്ദലക്കാരത്തി മറിയുണ്ട്. സ്തോത്രം. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ വന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി. എവിടെ ഇരുന്നു? എന്തായാലും അവിടെ 2 ദൂതന്മാരുടെ പ്രസൻസ് യോഹന്നാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 ഇരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കണം. മത്തായി പറഞ്ഞിരിക്കുന്നത് ഉരുട്ടി മാറ്റിയ കല്ലിന്റെ പുറത്ത് കയറി ദൂതനിരിക്കുക. എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്. സ്തോത്രം. റോമൻ ഇമ്പീരിയൽ മുദ്ര ഇവന്മാർ പൊട്ടിച്ചു കളഞ്ഞു. ആരാ? ദൂതന്മാർ. അവൻ അവിടെ നിന്ന ചേവകർ, അവിടെ നിന്ന് പട്ടാളക്കാരെയും കാണാനില്ല. അവിടെ കല്ലിന്റെ പുറത്ത് കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ പുറത്ത് കയറി ആരിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തരും വന്ന് ഈ കല്ല് തിരിച്ച് അടയ്ക്കല്ലേ. ഈ ദൂതന്മാർ അതിൻ്റെ പുറത്ത് ഇരുന്നില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഡെഡ് ബോഡി അല്ലേ, കല്ലറ അടഞ്ഞു കിടന്നാൽ ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ആരും അറിയാൻ പോകുന്നില്ല.
ഇമ്പീരിയൽ മുദ്ര വേണമെങ്കിൽ കൊണ്ടുവന്ന് പതിപ്പിച്ച് വെച്ചാലും മതി. എന്നാൽ തിരിച്ച കല്ല് ഉരുട്ടി മടക്കി വെക്കാൻ സമ്മതിച്ചില്ല. അതിന് പുറത്ത് കയറി ദൂതയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഉരുട്ടി മാറ്റപ്പെട്ട ചില വിഷയങ്ങൾ മടങ്ങി വരാതിരിക്കേണ്ടതിന്, മാറിപ്പോയ ചില പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ വീണ്ടും വരാതിരിക്കേണ്ടതിന് അതിനെ തടസ്സമാക്കി വെക്കുന്ന ദൈവിക ചില പദ്ധതികൾ. ഹല്ലേലൂയ. ഈ 3 പേരുടെയും അല്ലെങ്കിൽ കല്ലറ വന്ന സഹോദരിമാരും കല്ല് ആരുരുട്ടി മാറ്റും കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ഭൂകമ്പം ഉണ്ടായി ഇവിടെ. അത് മർക്കോസ് പറഞ്ഞിട്ടില്ല, അവർ കണ്ടെന്നേ പറഞ്ഞു. അവർ കല്ലുരുട്ടി മാറ്റിയത് കണ്ടു എന്നാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ മത്തായി കുറച്ചുകൂടെ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, അവർ വന്നപ്പോൾ ദൂതൻ ഇറങ്ങി അവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി, വലിയ ഭൂകമ്പം ഉണ്ടായി. സ്തോത്രം. കല്ലുരുണ്ടു മാറി. അവരുടെ മുമ്പിലെ പ്രശ്നത്തെ ദൈവം ഉരുട്ടി മാറ്റി. ഇന്ന് രാത്രി വിശ്വസിക്കണം, ഇന്ന് രാത്രി വിശ്വസിക്കണം, ഇന്ന് രാത്രി വിശ്വസിക്കണം. നമ്മുടെ മുമ്പിൽ നമുക്കുരുട്ടി മാറ്റാൻ പറ്റാത്ത ചില കല്ലുകൾ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് വേണ്ടി ദൈവം ഉരുട്ടി മാറ്റും. പരിശുദ്ധാത്മാവ് അങ്ങനെ ഇന്ന് രാത്രി ചിലരോട് ദൂത് പറയുകയാണ്. നീ ഏത് വിഷയത്തിലാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, ആ നിന്ന, ആ വേദന, ആ പരിഹാസം, ആ കടഭാരം, ആ പ്രതികൂലത്തെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി, നിനക്ക് കഴിയാത്തതിനെ ദൂതനെ ഇറക്കി ഉരുട്ടി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ വിഷയത്തിൽ വെളിപ്പെട്ട് വരും. ആ കല്ലെൻ്റെ ദൈവം ഉരുട്ടി മാറ്റും. ഉരുട്ടി മാറ്റുന്ന മാത്രമല്ല, ആ ഉരുണ്ടുമാറിയ പ്രതികൂലം മടങ്ങി വരാതെ വണ്ണം അതിനെ ദൂതനെ കൊണ്ട് പിടിപ്പിച്ചിടിച്ചു വയ്ക്കാൻ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആത്മാവിൽ അന്യഭാഷയിലൊന്ന് സ്തോത്രം പറഞ്ഞോണം. യേശുവിൻ്റെ നാമത്തിൽ ചില രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, ചില കെട്ടുകൾ, ചില ഭാരങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉരുണ്ടു മാറട്ടെ, അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം, ആരോഗ്യം, ദൈവകൃപ വ്യാപരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ 1-2 കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം 20-ാം അധ്യായം 11-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? ഇവിടെ ഈ സഹോദരിമാർ വന്നു. ഇനി ഞാൻ അവിടെ നിന്നൊന്നുണ്ട് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ തീരത്തില്ല, നീണ്ടുപോകും. ഈ സഹോദരിമാർ വന്നു, കല്ലുരുണ്ടു മാറി. യേശുവിൻ്റെ ഡെഡ് ബോഡി അവർ കണ്ടില്ല, യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല. കാണാതെ വന്നപ്പം ഇവർ നേരെ അവർക്ക് മനസ്സിലായി യേശുവിൻ്റെ ഡെഡ് ബോഡി കാണാനില്ല എന്ന് കണ്ടപ്പോഴേ അകത്ത് കുറച്ചൊരു യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും യേശുവിൻ്റെ ബോഡി കാണും. ഇവർ ഓടി ശിഷ്യന്മാരിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ, 2-ാമത്തെ വാക്യം 20-2. ഇനി ആ ഭാഗത്ത് നിന്നൊന്നുണ്ട് കാര്യം പറയാൻ വേണ്ടിയാ വായിച്ചേ. ഓടി ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. ആരായി മറ്റേ ശിഷ്യൻ? യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്തോ ലേഖനത്തിനകത്തോ ഒന്ന് യോഹന്നാൻ തൻ്റെ പേര് ഞാനാണെ പറഞ്ഞേനെ ദാനിയേൽ കുന്നേൽക്കുന്നതിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞേനെ. സ്തോത്രം വെച്ചില്ല. ഒരിടത്തും തന്നെ താൻ എക്സ്പോസ് ചെയ്തില്ല. എല്ലായിടും തന്നെ മറച്ചു പിടിക്കുകയായിരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ശീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെ അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു ഞങ്ങൾ അറിയുന്നില്ല.
എന്തോ ആവേശം, കരഞ്ഞോണ്ടായിരിക്കും ഒരു വിളിച്ചു പറഞ്ഞത്. യേശുവിൻ്റെ ബോഡി ഒന്ന് കാണാനും. നിങ്ങൾ ഈ ഭാഗം വായിച്ചാൽ സത്യം പറഞ്ഞ മനസ്സിരുത്തി, ഞാൻ ഈ 20-ാം അധ്യായം വായിച്ച എൻ്റെ കണ്ണീന്ന് കണ്ണുനീര്, ദൈവം അതിന് ബൈബിളിൽ തൊട്ടാവും, എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് ഒഴുകി. നിങ്ങൾക്ക് അങ്ങനെ വേദോസം വായിക്കുമ്പോൾ കണ്ണുനീര് വരുമോ എന്ന് എനിക്കറിയില്ല. ആമേൻ. എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് ലിറ്ററലി ഞാൻ കരഞ്ഞു ഈ ഭാഗം വായിച്ചപ്പം. ഞാൻ അതിനകത്ത് അലിഞ്ഞു ചേർന്നായിരിക്കും വായിച്ചത്, അതുകൊണ്ടായിരിക്കാം. ചുമ്മാ ഒരു വായിച്ചു പോകുന്നവർ അങ്ങനെ തോന്നത്തില്ല. എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു. ഇവർ വന്നു, യേശുവിനെ വില കൊടുത്ത് ആരാധിക്കാൻ വന്നു, ബോഡി കാണാനില്ല, കല്ലറ തുറന്നു കിടക്കുന്നു, ഓടി. ആരോടാ ഒന്ന് പറയാനായിട്ട്? അവർക്ക് ആകെയുള്ള പത്രോസും യോഹന്നാനും ഒക്കെ ഉള്ളൂ. ഓടി വന്ന് പറഞ്ഞു, യേശുവിൻ്റെ ശരീരം കാണാനില്ല. വായിച്ചേ, കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, മോഷ്ടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞേ. കർത്താവിന്റെ ശരീരം മോഷ്ടിച്ചോണ്ട് പോയി. അവർ എവിടെ വെച്ചെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്തോ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവർ. എവിടെ വെച്ചു? അവന്റെ ബോഡി കാണാനില്ല, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. യെസ്, വായിച്ചാട്ടെ. പറഞ്ഞു അടുത്തത്, പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയ്ക്കിലെത്തി. അപ്പോൾ പത്രോസും പോകുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ കാണണേ. പത്രോസ് ഓടുന്നുണ്ട്, യോഹന്നാനും ഓടുന്നുണ്ട്. നിങ്ങൾ പറ, ആരാ ആദ്യം കല്ലറ എത്തേണ്ട ആള്? ആര്? നിങ്ങൾ അന്തം വിട്ടിരിക്കുന്നത്? പത്രോസ്. ഞാനും ഇമ്മാനുവൽ പാസ്റ്റർ ഓടിയാൽ ആരെത്തും? ചുമ്മാതാ, പുള്ളി ആദ്യം എത്തും. സ്തോത്രം. എൻ്റെ മോനാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ, എനിക്ക് പുള്ളി ഓടാൻ പറ്റുമോ? സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടെ. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഓടിയ ആരെത്തും? ആരെത്തും മക്കളെ? പത്രോസും യോഹന്നാനും ഓടിയാൽ, ഞാൻ പറഞ്ഞ ആവേശത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് ആവേശം ആർക്കാ കൂടുതൽ? ആവേശം കൂടുതലുള്ളവനായിരിക്കും ആദ്യം. പക്ഷെ ഇവിടെ ആരാ വന്നേ? കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടെ ആവേശം അങ്ങ്. പിന്നെ കല്ലറ പോകാനും വലിയ ആവേശമൊന്നുമില്ല, സ്വോത്രം പറയാനും ഒരു ആവേശമൊന്നുമില്ല. കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പം ഭയങ്കര ആവേശം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. ആരാ പറഞ്ഞ ആദ്യം? നീ മരിച്ചാൽ നിന്റെ കൂടെ മരിക്കും. ആര് മരിക്കും? ഞാൻ മരിക്കും. കർത്താവ് ജീവനോടിരുന്നപ്പം ഭയങ്കര ആവേശം. കർത്താവ് മരിച്ചപ്പോഴുള്ള ആവേശം. ഈ സഹോദരിമാര് വന്ന് പറഞ്ഞപ്പോൾ ചെന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം, വേണമെങ്കിൽ എന്നെ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആര് വരിക? പത്രോസ് വരിക. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ കുറച്ചുകൂടെ യേശുവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. മാറോട് ചേർന്നിരുന്നവൻ, കർത്താവിൻ്റെ ഹൃദയ സ്പന്ദനം അറിയാവുന്നവൻ. ആമേൻ. പത്രോസിൻ്റെ അടുത്ത് ആവേശമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം പത്രോസിന് മുമ്പിൽ യോഹന്നാനെ കല്ലറയിലെത്തിച്ചു. ആവേശത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ? ആവേശത്തിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായോ? സ്തോത്രം. ആരോഗ്യമല്ല വിഷയം, ആവേശമാണ് വിഷയം. സമയമല്ല വിഷയം, ആവേശമാണ് വിഷയം. ഓ റബ 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 എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും, എന്തെല്ലാം വേദന ഉണ്ടെങ്കിലും അതൊന്നും അല്ല തടസ്സം. നമ്മുടെ ആവേശത്തിന്റെ കുറവാണ് തടസ്സം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക, ഒരു ആവേശമുള്ള ക്രിസ്തീയ ജീവിതം. വായിച്ചേ. കല്ലറയിലെത്തി. കണ്ടു, അടുത്ത് കടന്നില്ല. കല്ലറ തുറന്നത് കണ്ടു കഴിഞ്ഞപ്പം ഒറ്റപ്പുള്ളിക്ക് ആവേശം കയറി.
ആർക്കാ? ഈ ഉറങ്ങിക്കിടന്ന ആവേശം ബൂസ്റ്റപ്പ് ചെയ്തു. ചിലർക്ക് ചില വിഷയം കണ്ടാൽ മതി, പിന്നെ ഭയങ്കര ആവേശമായിരിക്കും. കല്ലറ തുറന്നു കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ യോഹന്നാൻ അകത്ത് കയറാതെ പുറത്ത് നോക്കി, എത്തി നോക്കിയകത്തോട്ട്. എന്നിട്ട് വന്നു, താൻ സ്ഥിരീകരിച്ചു, ബോഡിയില്ല. പത്രോസ് പറഞ്ഞു, ഞാനൊന്ന് അകത്ത് കയറി നോക്കട്ടെ. ഒന്നുകൂടെ അകത്തോട്ട് കയറി. അവിടെയാണ് പത്രോസ് എൻ്റെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. വായിച്ചേ വായിച്ചേ വായിച്ചേ. കിടക്കുന്നത് കണ്ടു. ശിഷ്യനും എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ശിഷ്യന്മാർ വീട്ടിലേക്ക്. ഇനിയാണ് നമ്മുടെ വായിച്ച വാക്യം കിടക്കുന്നത്. ഈ പോയ കൂട്ടത്തിൽ ആരൂടെ പോണമായിരുന്നു? ഹലോ, മനസ്സിലായെന്ന് ഞാൻ പറയാം. ഇപ്പം ഈ ഭാഗങ്ങളൊന്നും കണ്ണു നിറയാതെ വായിക്കാൻ പറ്റില്ല. ചുമ്മാതെ ഒരു ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവരും പോയി വന്നു, ആദ്യം വന്നു, പോയി വിളിച്ചു, എല്ലാവരും വന്നു. യേശുവിനെ നഷ്ടപ്പെട്ടു, ഡെഡ് ബോഡി കാണാനില്ല, സ്ഥിരീകരിച്ചു. പത്രോസ് വന്നു, യോഹന്നാനും വന്നു, പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞു, ഓക്കെ, യേശുവിൻ്റെ ബോഡി പോയി, നമുക്ക് പൊക്കളയാം. അവർ വീട്ടിൽ പോയി. പോയപ്പോൾ സ്വാഭാവികമായി മഗ്ദലക്കാരത്തി മറിയയും കൂട്ടരും എന്ത് ചെയ്യണമായിരുന്നു? അവരുടെ കൂടെ പോകണ്ടേ? പോകണ്ടേ? 100% അവരുടെ പോയപ്പോൾ അവരുടെ കൂടെ പോകേണ്ടവൾ പോയില്ല. പകല് പലരും പോയപ്പോഴും അവൾ, ഞാൻ യേശുവിനെ കാണാതെ വരത്തില്ല, അവന്റെ ശരീരം എവിടെ വെച്ചെന്നറിയാതെ ഞാൻ വരത്തില്ല. നിങ്ങൾ ആരെല്ലാം പോയാലും എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് യേശുവിനെ ഒന്നുകൂടെ കാണണം. എൻ്റെ യേശുവിനെ ബോഡി എനിക്കൊന്ന് കാണണം. ആരെല്ലാം ഉത്തരവാദിത്വമില്ലാതെ പോയാലും യേശുവിനെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അവൾ യേശുവിനെ കല്ലറയിൽ അവൾ റിമൈൻഡ് ചെയ്തു. എന്ത് പ്രതികൂലം വന്നാലും, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, എന്തെല്ലാം പരിശോധനകൾ വന്നാലും, യേശുവിനെ എനിക്കൊന്ന് കാണണം. യേശുവിനോടുള്ള ആഴമായ ആഗ്രഹം, അവനോട് ആഴമായ സ്നേഹം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ വന്ന് ജനത്തോട് സംസാരിക്കുകയാണ്. നിന്റെ ആഴമായ ചില ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. യഹോവയിൽ തന്നെ നിരസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. ഇന്ന് രാത്രി ദൈവസംബന്ധമായ ദൈവോന്മുഖമായ ചില ആഗ്രഹങ്ങൾ, ആമേൻ. മോശ പറഞ്ഞു, കർത്താവേ, നിന്നെ എനിക്കൊന്ന് കാണണം കർത്താവേ, നിന്നെ എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ. നിന്റെ ശബ്ദം ഞാൻ ഒത്തിരി കേട്ടു, നിന്റെ സാന്നിധ്യത്തിന്റെ ചൂട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് ഇതുവരെ നിന്നെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് നിന്നെ കാണണം കർത്താവേ. കർത്താവ് പറഞ്ഞു, മോനെ, നീ എന്നെ കണ്ടാ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നാൽ നിന്റെ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചേ പറ്റുള്ളൂ. നീ ഒരു പാറയുടെ പിളർപ്പിലൊന്നും മറിഞ്ഞിരിക്കെ, ഞാൻ എന്നെ തന്നെ നിനക്ക് കാണിച്ചു തരാം. ജീസസ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ആത്മാവിൽ സംസാരിക്കുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമുണ്ടല്ലോ, ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നൊരാഗ്രഹം, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം, അത് സാധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് ദൈവത്തിന്റെ കൈ പിടിച്ചിറക്കുക. ഇനി താഴോട്ടൊന്ന് വായിച്ചു വിട്ടാൽ മതിയേ, ആ ഭാഗം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. കല്ലറ അത് കഴിഞ്ഞിട്ട് മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ, ഒരു സ്ത്രീയാന്ന് ഓർത്തോണം, ഒരു കല്ലറ വിട്ട് എല്ലാവരും പോയപ്പോഴും
അവൾ ഒറ്റയ്ക്ക് നിന്ന് ഒന്നുകൂടെ ഒരു പുനർപരിശോധന. ഇവരെല്ലാവരും യേശുവിൻ്റെ ബോഡി കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടും അവൾക്ക് അങ്ങോട്ട് ഒന്നുകൂടെ നോക്കാനുള്ള ആഗ്രഹം. ആറ് പ്രാവശ്യം മേഘം ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞൊരുത്തനെ വിട്ടു. 6 പ്രാവശ്യവും എന്ന് പറഞ്ഞു, ഒരു മേഘവും ഇല്ല. എൻ്റെ സാറേ, പ്രാർത്ഥന നിർത്തി വീട്ടിൽ പോകുന്ന നല്ലത് എന്ന് അവൻ വന്ന് തിരിച്ച് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞേ. ഇന്നലെ 7-ാം പ്രാവശ്യം പോയി നോക്കിയിട്ടു എന്ന് പറഞ്ഞില്ല. 6 പ്രാവശ്യം കണ്ടതുപോലല്ല കേട്ടോ. 7-ാം പ്രാവശ്യം വേറൊന്ന് കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയാം. നീ ആഗ്രഹത്തോടെ ദൈവസന്നിധി ഇരിക്കുന്ന വിഷയത്തിന്റെ മേൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ കാണാത്തത് 7-ാം ദിവസം നിന്റെ കണ്ണിൽ കാണിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത് കാണാൻ, കഴിഞ്ഞ 3.5 വർഷം കാണാത്തതൊന്ന് കാണാൻ എന്റെ ദൈവത്തിന്റെ കണ്ണിന് ഭാഗ്യം തരുന്ന രാത്രിയാണെന്ന്. യേശുവിന്റെ നാമത്തിൽ ജയം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി വിട്ടുകൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിച്ചു കൊടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അവൾ പിന്നെയും പോയി ഒന്നുകൂടെ അതിനകത്തേക്ക് നോക്കി. നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത്രയും ഡോക്ടർമാരും പല ഡോക്ടർമാരെ കാണിക്കില്ല. ഒരു രോഗം വന്നു കഴിയുമ്പോൾ റീകൺഫർമേഷൻ, ഒരു കൗണ്ടർ ചെക്കപ്പ്. ആ ഡോക്ടർ പറഞ്ഞതിനാണ് ഈ ഡോക്ടർ പറയുന്നത്, ഈ ഡോക്ടർ പറയുന്നതിനാണ് ആ ഡോക്ടർ പറയുന്നത്. എല്ലാത്തിനുള്ള എന്താ വഴി? ആമേൻ, സ്തോത്രം. ഒടുവിൽ കൺഫേം ചെയ്യാ, ഡോക്ടർമാർ പറഞ്ഞ് ശരിയാ. അങ്ങനെ ഒരു സിറ്റുവേഷനില്ല ഇവിടെ എത്തിയിരിക്കുന്നേ. അവള് കണ്ടു, കൂടെ വന്ന ശലോമ കണ്ടു, കൂടെ വന്ന എല്ലാരും കണ്ടു. എല്ലാരും പറഞ്ഞു ബോഡി പോയി പ്രധാനപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുവന്നു. അവരും വന്ന് നോക്കി കൺഫേം ചെയ്തു. ബോഡി വാസ് സ്റ്റോളൻ ഫ്രം ഹിയർ. അത് നഷ്ടപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു നോട്ടത്തിന്റെ ആവശ്യമുണ്ടോ? ഈ നോട്ടത്തിന്റെ പേരാണ് വിശ്വാസത്തിന്റെ നോട്ടം. ഈ നോട്ടത്തിന്റെ പേരാണ് വിശ്വാസത്തിന്റെ നോട്ടം. ആ നോട്ടത്തിൽ അവൾ ഇന്ന് വരെ കാണാത്ത, പലരും കാണാത്തത് അവള് കണ്ടു. ഓ ജീസസ്, ഹല്ലേലൂയ. പലരും നോക്കിയിട്ടൊന്നും കാണാത്തടുത്ത് നീ ചിലത് കാണും. ഓ, പലരും നോക്കിയിട്ട് കാണാത്തടുത്ത് നിന്റെ കണ്ണിൽ ചിലത് തടയും. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. പലരും കാണാത്തത് നിന്റെ കണ്ണിൽ എന്റെ ദൈവം നിന്നെ കാണിക്കും. നീ വായിച്ചേ, ഇനി സമയമില്ല. 6-7 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുള്ളൂ. യേശു കിടക്കുന്നിടത്ത് ഇതുവരെ ആരും കാണാത്തൊരു കാഴ്ച അവൾ നോക്കിയപ്പോൾ കണ്ടു. എന്താ അവള് കണ്ടേ? വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരിക്കൽ തലക്കിലും ഒരു കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഈ കല്ലറയ്ക്കകത്ത് 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഏത് കല്ലറ? യേശുവിൻ്റെ ഈ കല്ലറ, ഈ പറയുന്ന കല്ലറയ്ക്കകത്ത് ഞാൻ 2 പ്രാവശ്യം അകത്ത് കയറി യേശുവിനെ വെച്ച സ്ഥലം. 2 ബോഡി വെക്കാവുന്ന സ്ഥലമാണ്. 2 ബോഡി വെക്കാവുന്ന കല്ലറ ഇത്. അതിനകത്ത് ഒരു ബോഡി ചെത്തിയെടുത്ത് ഒരു ബോഡി വെച്ച, ആ ബോഡി വെക്കുന്നിടത്ത് മാത്രമേ അവർ ക്ലിയർ ചെയ്യത്തുള്ളൂ. മറ്റേത് അൺഈവൻ സർഫേസാണ്. അത് അടുത്ത ബോഡി വെക്കുമ്പോൾ അത് വെട്ടി ക്ലിയർ ചെയ്ത് സ്റ്റിപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആണ് ബോഡി വെക്കുന്നത്. ഒന്ന് മാത്രമേ ബോഡി അത് വെച്ചിട്ടുള്ളൂ. ഇന്നുവരെ വേറെ ബോഡി വെച്ചിട്ടില്ല. ആ ബോഡി ഇരുന്നിടത്ത് തലക്കിലും കാലിലുമായിട്ട് ദൂതന്മാരിരിക്കുന്ന അവൾ കണ്ടു. സ്തോത്രം. സംസാരിച്ചു, പെട്ടെന്ന് വായിച്ചു, ഇനി സമയമില്ല. അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത്? ഞാൻ പ്രസംഗിക്കുന്നില്ല, കാരണം പ്രസംഗിക്കാൻ പോയി സമയം നിൽക്കത്തില്ല. അതുകൊണ്ടാണ് വായിച്ചു വിട്ടാൽ മതി. എല്ലാ പ്രസംഗത്തിലൂടെ എനിക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. സ്തോത്രം. വചനം പൂർത്തീകരിക്കാൻ പറ്റില്ല, എങ്കിലും കൺക്ലൂഷൻ പറഞ്ഞു തീർക്കണം. അതിനുവേണ്ടി വായിച്ചേ. അവളുടെ
അവളുടെ ആ ഒരു പറച്ചില് കേട്ടോ നിങ്ങൾ? ദൂതന്മാർ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല, അവരോട് പറഞ്ഞു. അടുത്തത്, അവൾ ഇത് പറഞ്ഞിട്ട് അവൻ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു ആണെന്ന് അവള് ഈ ടെൻഷൻ അടിച്ച് നിൽക്കുകയല്ലേ. ഉയർത്തെഴുന്നേറ്റ് യേശു നിൽക്കുന്നത് കണ്ടെങ്കിലും തോട്ടക്കാരനാണ് നമുക്ക്. ആ ഗെത്സമനെ തോട്ടക്കാരനാണെന്ന് അവൾക്ക് തോന്നി. അരിമത്യക്കാരൻ യോസഫിന്റെ തോട്ടത്തിന്റെ, ഗെത്സമനയല്ല, അരിമത്യക്കാരൻ യോസഫിന്റെ തോട്ടത്തിന്റെ നോട്ടുകാരനാണ് നമുക്ക് തോന്നി. അടുത്ത് വായിച്ചേ. യേശു അവളോട് സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? യേശു നീ ആരെ തിരയുന്നു? ആരാ ചോദിക്കുന്നേ? യേശു അവളോട് ചോദിക്കുക, നീ ആരെ തിരയുന്നേ? കർത്താവിന് അവൾ ആരെ തിരയുന്നെന്ന് അറിയാം, എങ്കിലും അവളുടെ വായിന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഇല്ലേ? സ്വന്തം മക്കൾ അപ്പനെ ഡാഡി എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? സ്തോത്രം. അതുപോലെ കർത്താവ് അവളുടെ വായിൽ നിന്ന് ശബ്ദം കേൾക്കാൻ വേണ്ടി വായിച്ചേ നിരൂപിച്ചിട്ട്, യജമാനനെ, നീ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് നീ ഒന്ന് പറഞ്ഞതാ. എന്തോ പരിപാടിയാ പുള്ളിക്കാരി പറയുന്നേ. എടുക്കാൻ കൂടെ ആളുണ്ടോ? ഇപ്പൊ 4 ദിവസമായില്ല, ചീഞ്ഞ ഡെഡ് ബോഡിയല്ലേ. എത്ര ചീഞ്ഞതാണേലും എത്ര അഴുക്കായതാണേലും യേശുവിനെ ഞാൻ എടുത്തോണ്ട് പോക്കോളാം. ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? ഞാൻ ഈ ഭാഗത്ത് വായിച്ചപ്പോൾ കരഞ്ഞു. അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചവൾ. അവൾ പറയണം, ഞാൻ ആ ബോഡി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. വായിച്ചേ. അവരോട് പറഞ്ഞു. അടുത്തത്, യേശു അവളോട് ഒറ്റ വിളി, മറിയേ. ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് വരെ വിളിച്ച അതേ വിളി, അതേ ശബ്ദം, അതേ ടോണ്, അതേ രീതി. ഒറ്റ വിളി, മറിയേ. അവളുടെ മറുപടി എന്തുവാ? എബ്രായ ഭാഷയിൽ റബൂനി. അവൾക്ക് ആ വിളിയുടെ മുമ്പിൽ അവൾ തിരിച്ച് യേശുവിനെ, അവൾ വ്യാഴാഴ്ച വരെ എന്തു വിളിച്ചോ അതവൾ യേശുവിനെ തിരിച്ചു വിളിച്ചു. ഇതാണ് ആ കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവശബ്ദം തിരിച്ചറിയാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവിടെ അധ്യായം തിരിയുകയാണ്. അവളോട് യേശു സംസാരിക്കുകയാണ്. സമയം തീർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അതുമാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം ലോകം മുഴുവൻ വിളിച്ചു പറയാൻ ദൈവം അവളെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പലരും ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ കർത്താവിന് വേണ്ടി വില കൊടുത്തു നിന്ന ഈ പാവപ്പെട്ട സ്ത്രീയെ ആ ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യേണ്ട പലരും മാറിപ്പോയപ്പോൾ ഉത്തരവാദിത്തം നിർബന്ധപൂർവ്വം ഏറ്റെടുക്കാൻ സമർപ്പിക്കപ്പെട്ടവളായി മഗ്ദലക്കാരത്തി മറിയ തീരുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ആ മഗ്ദലക്കാരത്തി മറിയയെ പോലെ എൻ്റെതായ ഇഷ്ടങ്ങൾ, എൻ്റെതായ ആഗ്രഹങ്ങൾ, എൻ്റെതായ താല്പര്യങ്ങൾ, എൻ്റെ സുഖം, എൻ്റെ കംഫോർട്ട് ഒന്നുമല്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നോട് എനിക്ക് ചേർന്ന് നിൽക്കണം,
നിന്റെ കൃപ എനിക്ക് അനുഭവിച്ചറിയണം. നീയുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ കൈ ഉയർത്തിയൊന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഞാൻ വരും ക്രൂശിങ്കിൽ സാധുഷീണൻ കുരുടൻ സർവ്വ എനിക്ക് ശരണം എൻ കർത്താവേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാടുന്നു എന്നെ മുറ്റും ഞാൻ താരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ മുറ്റും ഞാൻ താരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ എന്നാശ്രയം വാഴ്ത്തപ്പെട്ട കുഞ്ഞാട്ടിൽ താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്കും നിപ്പോ യേശു ശരണം ശരണ